നേപ്പാളിലുള്ള മലയാളി കൂടിയായ ശ്രീ രഞ്ജൻ ജയചന്ദ്രൻ നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ രഞ്ജൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സംഭവങ്ങൾ. ഇത് നിങ്ങളെ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട്? സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുമെന്ന പ്രതീക്ഷയുണ്ടോ? അവിടുത്തെ ഭരണം മുഴുവൻ തകിടം മറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇവിടുത്തെ ഇതെന്തെന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടം നിലം പതിക്കുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ള സാഹചര്യങ്ങളാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. അത്രേ ഉള്ളൂ. അതല്ലാതെ നിലവിൽ ഇവര് ഇപ്പോൾ ഈ റയട്ട് നടക്കുന്നതെന്ന് പറയുന്നത് മെയിനായിട്ട് മന്ത്രിമാരുടെ അവരുടെ സ്ഥാപനങ്ങൾ, അതായത് മന്ത്രിമാർക്ക് ബിനാമിയിലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിനൊക്കെതിരെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നോർമലി ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിനുശേഷം ഭരണകൂടം നിലം പതിച്ചു കഴിയുമ്പോൾ എന്താണ് പിന്നെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ആണ് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇപ്പൊ എന്താണ് അവിടുത്തെ ഈ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലുള്ള ആളുകളൊക്കെ എന്തെങ്കിലും ഈ കാര്യങ്ങളെ ഗൗരവത്തിലെടുത്ത് എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? രാഷ്ട്രീയപരമായ എന്തെങ്കിലും നീക്കങ്ങൾ? വേഗത്തിൽ ഇങ്ങനെ ഒരു കലാപകലുഷിതമായ ഒരു കൊച്ചു രാജ്യമാണ്, അതിന് മുന്നോട്ട് പോകാനും കഴിയില്ല. അപ്പോൾ എന്ത് സാധ്യതകളാണ് അവിടെ തെളിഞ്ഞു വരുന്നത്? എന്താണെന്ന് പറയുക, നേപ്പാളിൽ പ്രധാനമായിട്ടും നിലവിൽ പ്രതിപക്ഷമില്ല. പ്രതിപക്ഷമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മാവോയിസ്റ്റ് പാർട്ടിയാണ് ഒരു 6 മാസം മുൻപ് ഭരണത്തിലിരുന്നത്. ആ 6 മാസം മുൻപ് ഭരണത്തിലിരുന്നപ്പോൾ അത് സപ്പോർട്ട് ചെയ്തിരുന്നത് KP ഒലിയും കോൺഗ്രസും തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇവർ ആ അലയൻസ് പിരിഞ്ഞാണ് പ്രതിപക്ഷത്തേക്ക് പ്രചണ്ഡയുടെ മാവോയിസ്റ്റ് പോയിരിക്കുന്നത്. അത് വീണ്ടും അത് ഏത് നിമിഷവും ഇവർ വീണ്ടും അലയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷം. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാം പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പറയാൻ പറ്റില്ല. ഭാവിയിലെ ഭരണപക്ഷമാണ് ഇന്നത്തെ പ്രതിപക്ഷം. അത്രേ ഉള്ളൂ. ചെറിയൊരു വ്യത്യാസമുള്ളൂ അവർ തമ്മിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇവർക്ക് 3 പേർക്കും എതിരെയുള്ള ഓൾട്ടർനേറ്റീവാണ് ഇവിടെ ഈ യുവാക്കൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീരഞ്ജൻ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് അവിടെ രാജഭരണം തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ട് ഒരു പ്രക്ഷോഭമൊക്കെ ഇടയ്ക്കുണ്ടായതാണ്. അപ്പൊ അതും ഇതൊക്കെ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആ മൂവ്മെന്റും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് വേറൊരു മൂവ്മെന്റ് ആയിരുന്നു. അത് രാജാവിന്റെ ഭരണം തിരിച്ചു വരണം എന്ന് പറഞ്ഞ് രാജാവ് പാരലായിട്ട് രാജാവിന്റെ മൗന സമ്മതത്തോടു കൂടി വേറെ ഒരു വിഭാഗം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരായിരുന്നു ആവശ്യങ്ങൾ ഏകദേശം ഒരുപോലെ ആയിരുന്നു എന്ന് പറയാം. പക്ഷെ അത് എൻറ്റയർലി വേറെ ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സ്റ്റുഡൻസ് ആണ്. ഇവർക്ക് അത്ര ഓർഗനൈസ്ഡ് പോലും അല്ല. ഇതിന് നേതാക്കൾ പോലും ഇല്ല. ഇതെല്ലാം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സോഷ്യൽ മീഡിയ ബാൻ അതാണ് ഇതിനെ ഇത്രയും ഉത്തേജിപ്പിച്ചത്. ഞാൻ ചോദിക്കുന്നത്, 2 രീതിയിൽ പ്രക്ഷോഭങ്ങൾ വന്നു. ഇനി ഇവർ തമ്മിൽ യോജിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അങ്ങനെ സർക്കാരിനെതിരെ വീണ്ടും കൂടുതൽ യോജിക്കാൻ വരുന്ന ഒരു സാധ്യതയുള്ള 2 വിഭാഗമല്ല. മറ്റേ വിഭാഗം ഇപ്പം അത് കുറച്ചുകൂടെ ഒരു കൂടുതൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരു വിഭാഗമായിരുന്നു അന്ന് പ്രക്ഷോഭം നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ഈ രാജാവിന് വേണ്ടി നടന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറലായിട്ട് ഇവോൾവ് ആയി വന്നു കഴിഞ്ഞ ഒരു സമരമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഇവരൊരു 10 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാം ആന്റി കറപ്ഷൻ റിലേറ്റഡ് ആണ്. ഒന്ന്, ഇപ്പം ഗവൺമെന്റിൽ ജുഡീഷ്യറിയിൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് പാടില്ല, ആന്റി കറപ്ഷൻ വിങ്ങിൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് പാടില്ല. പിന്നെ ഒരു ആവശ്യമായിരുന്നു പ്രധാനമന്ത്രിയെ നേരിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കണം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മേയറിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കാഠ്മണ്ഡുവിലെ മേയറിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്ത ഒരു മേയറാണ് ഇപ്പോൾ ഉള്ളത്. ആ മേയർ ബാലൻ ഷാ ഒരു എന്താ പറയാ, ഭാവിയിലെ മികച്ച 100 പൊളിറ്റീഷ്യൻസിന്റെ ലിസ്റ്റിൽ, നേതാക്കളുടെ ലിസ്റ്റിൽ ടൈംസ് മാഗസിനൊക്കെ ലിസ്റ്റ് ചെയ്ത ആളാണ്. അപ്പം ഇവർക്ക് അതുപോലെ ഒരു നേതാവിനെ പ്രൈം മിനിസ്റ്ററായിട്ട് വേണം എന്നുള്ളൊരു ആവശ്യമൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു സിസ്റ്റം കഴിയുമ്പോഴത്തേക്കും ഒരു വിഭാഗം പ്രതീക്ഷിക്കുന്നത് ബാലൻ ഷായെ പോലെ ഒരു നേതാവ്, അല്ലെങ്കിൽ ബാലൻ ഷാ തന്നെ ഒരു പ്രൊമിനന്റ് ഫിഗറായിട്ട് ഉയർന്നു വരും എന്നുള്ളതാണ്. അല്ല, ബാലൻ ഷാ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. പുള്ളി ഒരു റാപ്പറും ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റും ഒക്കെ ആയിരുന്നു. ഇന്ന് രാവിലേക്ക് വന്ന അവിടുത്തെ യുവാക്കളുടെ പ്രതികരണങ്ങളിൽ അവർ ചിലർ പറയുന്ന അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നേതൃത്വം വേണം, ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങളെ ഭരിക്കേണ്ടതാണ്. അപ്പൊ അതാണ് കൃത്യമായൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ യുവാക്കൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അതെ, ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലൻ ഷായ്ക്കൊക്കെ പുള്ളിക്ക് തന്നെ സ്വന്തമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടി ഒന്നുമില്ല. പുള്ളി ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ച് അന്ന് ജയിച്ചോടെ ഞാനിപ്പം പറഞ്ഞ പോലെ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ച് ജയിക്കാൻ പറ്റും. അങ്ങനെ ബാലൻ ഷാ അന്ന് ഇൻഡിവിജ്വലായിട്ട് മേയറായ ആളാണ്. അപ്പൊ പ്രൈം മിനിസ്റ്റർ പക്ഷെ അങ്ങനെയല്ലല്ലോ. പ്രൈം മിനിസ്റ്ററിനെ MLA എല്ലാം ചേർന്ന് തെരഞ്ഞെടുക്കുമല്ലേ. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു സിസ്റ്റം മാറണമെന്നാണ് ഇപ്പൊ ഇവർ ആവശ്യപ്പെടുന്നത്.
ശരി, ഈ ഒരു സമാധാനത്തിലേക്ക് വരാൻ കഴിയുമെന്നാണോ അങ്ങേക്ക് അവിടുത്തെ ഒരു അനുഭവം വെച്ചിട്ട്? എങ്ങനെയാണ് ഇനി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതല്ലോ. അതുകൊണ്ട് പക്ഷെ ഇപ്പോൾ ആൾക്കാർ പൊതുവെ പുറത്ത് പറയുന്നത് ഒരു 4-5 ദിവസം എടുക്കും ഈ ഒരു സിസ്റ്റം ഒന്ന് കൂൾ ഔട്ട് ആയിട്ട് വരാനായിട്ടെന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരം വെച്ചിരുന്ന പ്ലാൻ ചെയ്തിരുന്ന ക്യാബിനറ്റ് മീറ്റിംഗും ഓൾ പാർട്ടി മീറ്റിംഗ് ഒക്കെ വെച്ചിരുന്നത് നടക്കുമോ എന്നറിയില്ല. കാരണം അതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി ചിലപ്പം രാജ്യം വിട്ടേക്കും എന്ന് സൂചനയുണ്ട്. വളരെ നന്ദി ശ്രീ രഞ്ജൻ ജയചന്ദ്രൻ. അങ്ങേ വീണ്ടും ബന്ധപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു.